തിരിവ് ഭീഷണി തുടരുന്ന നയമാണ് ട്രംപ് ഇപ്പോഴും കൈക്കൊള്ളുന്നത്. 150% തിരിവ് ചുമത്തുമെന്ന് ഭീഷണി ഉയർത്തിയതോടെ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് സംഘടനയെ കാണാതായെന്ന് പരിഹസിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ബ്രിക്സ് ഡോളറിനെ തകർക്കാനാണ് പ്രധാനമായി ശ്രമിച്ചത്. ഇതിന് പകരം പുതിയ കറൻസി സൃഷ്ടിക്കാനായിരുന്നു അവർ നടത്തിയ ശ്രമങ്ങളും. താൻ അധികാരത്തിലെത്തിയപ്പോൾ ഡോളറിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് 150% തിരിവ് ചുമത്തുമെന്ന ഭീഷണി ഉയർത്തുകയും ചെയ്തു. ബ്രിക്സ് രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വേണ്ടെന്നും പറഞ്ഞിരുന്നു. ഇതോടെ സംഘടന തകർന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. തിരിവ് ചുമത്തുമെന്ന് പറഞ്ഞതിന് ശേഷം ബ്രിക്സിനെ കുറിച്ച് ഒരു കേട്ടറിവുമില്ല. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഡോളറിനെതിരെ നീങ്ങിയാൽ ബ്രിക്സ് രാജ്യങ്ങൾക്ക് മേൽ 100% തിരിവ് ചുമത്തുമെന്ന് ഫെബ്രുവരി 13-നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. ജനുവരിയിൽ ഡോളറിന്റെ ബദലായി പുതിയ കറൻസി പുറത്തിറക്കിയാൽ വലിയ തിരിവ് ബ്രിക്സ് രാജ്യങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും ട്രംപ് ഉയർത്തുകയുണ്ടായി. 2023-ൽ നടന്ന ബ്രിക്സിന്റെ 15-ാം സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് ഡോളറിന് ബദലായി കറൻസി പുറത്തിറക്കണമെന്ന നിലപാട് കൈക്കൊണ്ടിരുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ ദേശീയ കറൻസികൾ വികസിപ്പിക്കുകയും ബാങ്കുകൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയും വേണമെന്നും പുടിൻ തുടർന്ന് പറഞ്ഞിരുന്നു. അതേസമയം തന്നെ കടുത്ത തിരിവ് ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണികൾ ഉയർത്തി ആഗോള വ്യാപാര രംഗത്ത് ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് ചൈനയ്ക്ക് ആശ്വാസമാകുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. ചൈനയുമായി ഒരു വ്യാപാര കരാർ സാധ്യമാണെന്ന് ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ചൈനയുമായി ഒരു മികച്ച വ്യാപാര കരാർ സാധ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരത്തിലെത്തിയത് മുതൽ ചൈനയെയും അയൽരാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ എന്നിവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള തിരിവ് ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിയും ഉയർത്തി. ഇതിന് പിന്നാലെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% അധിക കസ്റ്റംസ് തിരിവ് ചുമത്താനും ട്രംപ് ഭരണകൂടം തീരുമാനിക്കുകയുണ്ടായി. ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 25% തിരിവ് ചുമത്തുമെന്നും കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് പറഞ്ഞത്. അതിനു പുറമെ ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടറുകൾ എന്നിവയ്ക്ക് ഉയർന്ന തിരിവ് ചുമത്തുമെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് ഭീഷണിയും മുഴക്കി. സ്റ്റീലിനും അലൂമിനിയത്തിനും തിരിവ് കൂട്ടാൻ അമേരിക്ക തീരുമാനിക്കുകയുണ്ടായി. ഭീഷണികൾക്ക് പിന്നാലെ കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ തിരിവ് മാർച്ച് വരെ നിർത്തിവെക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിന് പിന്നാലെ ചൈനയുമായി വ്യാപാര കരാർ സാധ്യമാണെന്ന പ്രസ്താവനയുമായി ട്രംപ് രംഗത്ത് വന്നു. അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയതോടെ കൽക്കരി, ദ്രവീകൃത പ്രകൃതിവാതകം, കാർഷിക യന്ത്രങ്ങൾ, വാഹനങ്ങൾ, എണ്ണ എന്നിവയ്ക്ക് 10% തിരിവ് ഏർപ്പെടുത്തുമെന്ന് ചൈനയും പറയുകയുണ്ടായി. അമേരിക്ക ചൈനയിലേക്ക് കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ കൂടുതൽ തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ചൈന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്. $295 മില്യൺ മൂല്യമുള്ള വ്യാപാര മിച്ചമായിരുന്നു അമേരിക്കയ്ക്ക് മേൽ ചൈനയിൽ കൂടുതലുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള വ്യാപാര കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇപ്പോഴും തിരിവേക്കാൾ കൂടുതൽ തിരിവ് അമേരിക്ക ചുമത്തുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല.